അപ്പം ഇന്ന് ലേശം മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 ടൈപ്പാണ് മീൻ കിട്ടിയിട്ടുള്ളത്. അയിലയും കൂന്തളുമാണ് കേട്ടോ. അപ്പോൾ കുറേ ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ മീനുകളൊന്നും വാങ്ങാറില്ല ഇവിടെ. കാരണം വാളമീനോ അല്ലെങ്കിൽ ഏട്ടയോ ചൂത അങ്ങനത്തെയൊക്കെ കഷ്ണമാക്കിയിട്ടാണ് കേട്ടോ വാങ്ങാറ്. അപ്പോൾ ഇത് കുറേ ആയിട്ടുണ്ട്, ഒരു 2-3 മാസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമുക്കിവിടെ അയിലയൊക്കെ കിട്ടിയിട്ട്. കൂന്തൾ പിന്നെ കുറേ ആയി കിട്ടിയിട്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതൊന്ന് ശരിയാക്കി വെക്കാം. വൈകുന്നേരം ആണ് കേട്ടോ നമ്മൾ കറി വെക്കുന്നത്. അയില തേങ്ങ അരച്ച് വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്നാൽ പിന്നെ നമ്മൾ കൂന്തളും ഒന്ന് വറ്റിച്ച് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അതൊക്കെ വൈകുന്നേരമാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമുക്ക് ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം എന്നാൽ ഇതൊന്ന് നേരാക്കിയിട്ട് വെക്കാം. പിന്നെ അയില നമുക്ക് ഓരോന്ന് എല്ലാവർക്കും കൂടി പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അയില വൈകുന്നേരം തന്നെ നമുക്ക് തേങ്ങ അരച്ച് കറിയും വെക്കണം. അതൊക്കെ നമുക്ക് അടുപ്പത്ത് വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. ഗ്യാസ് ഏകദേശം കഴിയാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അടുപ്പത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ മൺചട്ടിയിലാണല്ലോ എന്തായാലും മീൻ കറി വെക്കുക. അപ്പം എന്നാൽ അടുപ്പത്ത് തന്നെ വൈകിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മളിത് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. കൂന്തൽ നന്നാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. കുറച്ച് റിസ്ക് ആണെന്നൊക്കെ തോന്നും, പക്ഷേ ഭയങ്കര എളുപ്പമാണിത്. ഇതിൻ്റെ ഈ തോലുണ്ടല്ലോ, അങ്ങനെ നമ്മളൊന്ന് വെറുതെ ഒന്ന് വലിച്ചാൽ തന്നെ അങ്ങോട്ട് പോരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറ് ഉള്ള ആ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു തലഭാഗം ഉണ്ടല്ലോ, ആ മെല്ലെ അങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ വേസ്റ്റോടെ ഇങ്ങോട്ട് പോരും കേട്ടോ. പിന്നെ അതിനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവമുണ്ട് ഇതിൻ്റെ മേത്ത് കേട്ടോ. അതിൻ്റെ നട്ടെല്ലാണെന്ന് തോന്നുന്നു. ഒരു പ്ലാസ്റ്റിക് മാതിരിയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ അതും അങ്ങോട്ട് പോരും. ഒന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ, അത് നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ അത് നമ്മളൊന്ന് കഴുകിയിട്ട് ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതതിൻ്റെ ചിറകാണ്. അപ്പോൾ അത് ഞാൻ വലിച്ച സമയത്ത് അങ്ങോട്ട് പോകുന്നതാണ്. പിന്നെ നമുക്കിനി തലയാണ് കേട്ടോ അതിൻ്റെ വൃത്തിയാക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ തലേൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു കളറ് ഭാഗം നമ്മൾ ഇതേപോലെ നഖം വേണം കേട്ടോ കയ്യിൽ. അപ്പോൾ അങ്ങനെ ഇതേപോലെ വലിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരും കേട്ടോ. ഇതുണ്ടോ, ആ ഒരു കോട്ടിങ്ങാണത്. ആ ഒരു ഭാഗം അങ്ങനെ പോരും. അപ്പോൾ നമ്മളത് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി കേട്ടോ. അതിൻ്റെ കൈയൊക്കെയാണ് തോന്നുന്നത് ഈ ഒരു നീണ്ടിട്ടുള്ള നീരാളീൻ്റെയൊക്കെ മാതിരിയില്ലേ. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു കറുപ്പ് സാധനം ഉണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ വേസ്റ്റ് സംഭവം. അപ്പോൾ അത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആകെ കറുപ്പ് കളറാവും കേട്ടോ. മീൻ ഫുള്ള് കറുപ്പായി പോവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചെടുക്കണം. പിന്നെ ഇതിൻ്റെ തലഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലൊരു ബോൾ വരും കേട്ടോ. അതിനോട് ചേർന്ന് അതിൻ്റെ വേസ്റ്റും കൂടി ആ ഒരു നൂലോട് ചേർന്നിട്ട് വരും. അപ്പം നമ്മൾ അതും കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അതേപോലെ അതിൻ്റെ എല്ലാ തലഭാഗവും നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് നുള്ളിയിട്ട് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ തോലും ഒക്കെ അങ്ങോട്ട് പോരും. നല്ല എളുപ്പമാണ് കേട്ടോ, വലിയ റിസ്ക് ഒന്നുമില്ല. അതേപോലെ നമ്മൾ നുള്ളി ഇതേപോലെ കുറച്ച് നഖം കയ്യിൽ കുറച്ച് നഖം വേണമെന്നേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഈ വലത് കൈ ആയതുകൊണ്ട് നഖം കുറച്ച് കുറവാണ്. ഇടത് കൈയിൽ നഖമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് സമയമാവുന്ന. അപ്പോൾ ഞാൻ കോഴികളെ വിട്ടിട്ടുണ്ട് കേട്ടോ. അവരിങ്ങനെ ഭയങ്കര ഒച്ചപ്പാട് കൂട്ടുന്നു. അപ്പം എന്നാൽ പിന്നെ വെയിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പുറത്ത് ഇറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വൈകുന്നേരമാണ് കേട്ടോ അവരെ വിടൽ. അപ്പം നിറയെ കീരിൻ്റെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് വൈകുന്നേരമാണ് വിടൽ കേട്ടോ. അപ്പം ഞാൻ എന്താക്കി അവരെ കുറച്ച് നേരത്തെ വിട്ടപ്പോൾ ഇപ്പോൾ ഒരു വെറുതെ എന്തെങ്കിലും ഒരു അനക്കം കേൾക്കുമ്പോഴത്തേക്കും ഒച്ചപ്പാടുണ്ടാക്കാൻ കേട്ടോ. അതാണ് ആ ഒച്ചപ്പാട് കേൾക്കുന്നത്. എന്നെ കീരി എന്തെങ്കിലും ഉണ്ടാവും, നിറയെ കാടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വന്നാലൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അവരിങ്ങനെ വെറുതെ വെച്ചുണ്ടാക്കണം. അങ്ങനെ നമ്മളിത് ഏകദേശം ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിതൊന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇതിൻ്റെ ആ ഒരു ഇറച്ചിയുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മളിനി എത്ര വലുതാക്കി മുറിച്ചാലും അതിങ്ങനെ ചുരുണ്ട് കൂട്ടും. നമ്മൾ ചെമ്മീനൊക്കെ പോലെ ചുരുളുന്നൊരു സംഭവമാണ് അത്. അതുകൊണ്ട് തന്നെ മുറിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കണം കേട്ടോ. അല്ലാതെ ചുരുണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി വയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, കഴിക്കാൻ മര്യാദ കിട്ടില്ല. അപ്പോൾ ഞാനത് മുറിക്കുന്നതൊക്കെ ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള മീനുകളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കഴിക്കുന്നതുകൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്യാനും ഇതേപോലെയൊക്കെ റെഡിയാക്കാനൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ്.
അതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള മീനുകളൊക്കെ കാണുമ്പോൾ അത് വാങ്ങാനൊക്കെ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെവിടെയെങ്കിലും പോവുകയാണെങ്കിലൊക്കെ മീനിൻ്റെ ഒരു ഷോപ്പ് കാണുകയാണെങ്കിൽ നമ്മളവിടെ കയറി ഇങ്ങനെ നോക്കും എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കൂന്തൾ, ചെമ്മീൻ, അയില, മത്തി, പിന്നെന്താ ചൂത, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളും പിന്നെ ഈ ഞണ്ട് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ്. പിന്നെ ഈ നത്തൾ കാണുമ്പോൾ അത് പിന്നെ നന്നാക്കാനൊക്കെ കുറച്ചൊരു പണിയാണല്ലോ, കുറച്ചധികം സമയം വേണമല്ലോ. അപ്പം അതുകൊണ്ട് അതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ റെഡിയാക്കാനുള്ള മടി കൊണ്ടാണ്, വേറെ ഒന്നുമല്ല. പുറം വേദനയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഇരുന്ന് റെഡിയാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അതിനോട് വലിയൊരു താല്പര്യമില്ല. പക്ഷെ ആരെങ്കിലും ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ തേങ്ങ അരച്ച് വെച്ചാലും അതേമാതിരി പൊരിച്ചാലൊക്കെ നല്ലൊരു ടേസ്റ്റാണല്ലോ. പിന്നെ മീൻ പീരയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നത്തൾ കൊണ്ട് മീൻ പീരയൊക്കെ ഉണ്ടാക്കാൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് കീറിയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് വേസ്റ്റ് ഉണ്ടാവും കേട്ടോ, അതൊക്കെ കളയണം. അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ.